അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈദ്യുതിയുടെ കണ്ടക്ടിവിറ്റിയുടെ അനുസരിച്ച്, വൈദ്യുതി പ്രവഹിക്കുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സ് എന്നും, ഇൻസുലേറ്റേഴ്സ് എന്നും, സെമി കണ്ടക്ടേഴ്സ് എന്നും. Conductors are the material or substances which allow electricity to flow through them. വൈദ്യുതി ഒഴുകാൻ അനുവദിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി ഒഴുകുന്ന പദാർത്ഥങ്ങളെ, വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. They conduct electricity because they allow electrons to flow easily inside them from atom to atom. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണെന്ന് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടക്ടേഴ്സ് മെറ്റീരിയൽസിൽ അങ്ങനെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. എന്താണ് അത് ഒരു ആറ്റത്തിൽ നിന്നും മറ്റൊരു ആറ്റത്തിലേക്ക് ചലിക്കുന്നതുകൊണ്ടാണ് അവിടെ വൈദ്യുതി പ്രവഹിക്കുന്നത്. Insulators. An insulator is a material that does not conduct electrical current. കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കളെയാണ് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് പേപ്പർ, പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ്. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് വിച്ച് ഹാവ് എ കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്ററിനും ഇടയിലുള്ള കണ്ടക്ടിവിറ്റിയുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ചില കണ്ടീഷനിൽ കറണ്ട് കടത്തിവിടില്ല, എന്നാൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഇൻക്രീസ് ചെയ്യും. മറ്റു അതിനൊത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇൻസുലേറ്റേഴ്സിനും കണ്ടക്ടേഴ്സിനും ഇടയിൽ ഇരിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി പ്യുവർ എലമെൻറ്റ്സ് സച്ച് ആസ് സിലിക്കൺ ഓർ ജർമേനിയം or compound such as gallium arsenide or cadmium selenide. അതായത് പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ മറ്റു പദാർത്ഥങ്ങളും ചേർത്തിട്ട് നിർമ്മിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. കാരണം അതിൽ കൂടുതൽ കമ്പൗണ്ട്സ് എന്തായിരിക്കും, സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഒരു സിലിക്കൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇനി സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് ആർ ടു ടൈപ്സ്: ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിനെ വീണ്ടും എന്തായുണ്ട്, രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതേതാണ് ഫസ്റ്റ് വൺ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും സെക്കൻഡ് വൺ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ is an intrinsic semiconductor. An atom of element forms four covalent bonds with its neighbor atoms. Here is an image of an ideal element of germanium or silicon where no covalent bond is broken between the atoms. അപ്പോൾ സെമി കണ്ടക്ടർ അത് പറയാനായിട്ട് പിന്നെ ഒരു ആറ്റം സ്റ്റേബിൾ ആവുക, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ളപ്പോഴാണ് ഒരു ആറ്റം എന്ത് ചെയ്യുക, സ്റ്റേബിൾ ആവുക. അപ്പോൾ ഏതൊരു ആറ്റം എന്ത് ചെയ്യും, സ്റ്റേബിൾ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വേണം. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസുകളാണ് ഉണ്ടാവുക. അപ്പോൾ 4 ഇലക്ട്രോൺസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, അത് സ്റ്റേബിൾ ആവണം. സ്റ്റേബിൾ ആവണം എന്ത് ചെയ്യണം, 8 ഇലക്ട്രോണുകളാവും. അപ്പോൾ ഈ 4 ഇലക്ട്രോണുകൾ തൊട്ടപ്പുറത്തുള്ള ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ടായിരിക്കും, 4 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഈ 4 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, അവ പരസ്പരം എന്ത് ചെയ്യും, ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയാണ് എന്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാകുന്നത്. അതിപ്പോൾ ഒരു ജർമേനിയത്തിൻ്റെ ഫിഗറാണ്, ആറ്റംസിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചുള്ളത്. അപ്പോൾ ഓരോ ജർമേനിയത്തിൻ്റെയും അല്ലെങ്കിൽ സിലിക്കൻ്റെയും ചുറ്റും എന്തുണ്ടാവും, 4 ആറ്റം, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ആറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ജർമേനിയം ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ടാവും, 4 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പരസ്പരം എന്തുണ്ടാവുന്നു, ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യും, അത് സ്റ്റേബിളായിട്ട് നിലനിൽക്കും. ഇത്തരത്തിലുള്ള ഈ സ്ട്രക്ചറിലുള്ള സെമി കണ്ടക്ടേഴ്സ്, പ്യുവർ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇൻ ദിസ് ഐഡിയൽ
In this ideal state, this will behave like an insulator, but as temperature rises, some bonding electrons get thermal energy, due to which they may break away and become a free electron. ഇപ്പോഴത്തെ സ്ട്രക്ചറിൽ എന്താണ് ഇത് ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. എവിടെയും എന്ത് ചെയ്യില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, എല്ലാം എന്താണ് പരസ്പരം കണക്ട് ചെയ്ത് കോവാലന്റ് ബോണ്ടായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, കൂടുകയാണെങ്കിൽ, നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഒരു എനർജി ലഭിക്കുകയും അങ്ങനെ ഈ കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യും, അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടക്ട് ചെയ്യാൻ, ഈ മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അടുത്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. The conductivity of an intrinsic semiconductor is very low, which makes it is impossible to make any useful electronic devices using these conductors. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്സ് പറഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും. അതിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പറയുന്നത് എന്താണ്, അതിൽ വേറെ ഒരു കോമ്പൗണ്ടോ കാര്യങ്ങളോ ഇല്ല, അതിൻ്റെ സ്ട്രക്ചറായിട്ട് പ്യുവറായിട്ടുള്ള സെമി കണ്ടക്ടറാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. പക്ഷേ അത്തരം സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്താണ്, കുറവാണ്. അങ്ങനെ അത്തരം സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യണം, കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, മറ്റു പദാർത്ഥങ്ങൾ ആഡ് ചെയ്യും. To overcome this problem, a small amount of impurity is added into an intrinsic semiconductor to increase their conductivity at room temperature. അപ്പോൾ ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. Such semiconductors made from adding impurity into intrinsic semiconductor to increase conductivity at room temperature are called extrinsic semiconductors. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടിയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. This process of adding desirable impurity is called doping. ഇനി ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഇമ്പ്യൂരിറ്റീസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആഡ് ചെയ്യുന്നതിനാണ് ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്പ്യൂരിറ്റി ആറ്റം വിച്ച് ഈസ് ടു ബി ഡോപ്പഡ് ഈസ് കാൾഡ് ഡോപ്പൻറ്റ്. എന്ത് ഇമ്പ്യൂരിറ്റിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്, ആ പദാർത്ഥത്തെ ഡോപ്പൻറ്റ് എന്ന് പറയുന്നു. You cannot use any element as impurity or dopant to increase the conductivity of intrinsic semiconductors. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വിചാരിച്ചിട്ട് ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ നമുക്ക് എന്തെയില്ല, ഇഷ്ടമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദാർത്ഥം ചേർക്കാൻ പാടില്ല. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് നിശ്ചയിച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. We can only use some specific elements as dopant, and these elements are categorized into two parts. അപ്പോൾ ഡോപ്പൻ്റ് ആയിട്ട്, അതായത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അതാണ് ഒന്ന് പെൻറ്റാവാലൻ്റ് എലമെൻറ്റ്സും ഒന്ന് ട്രൈവാലൻ്റ് എലമെൻറ്റ്സും. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് പറയുന്നത്, അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്, ഡോപ്പൻ്റ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിക്ക് ഡോപ്പൻ്റ് എന്ന് പറയുന്നത് അതിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിന് ചേർക്കുന്ന രണ്ടു പദാർത്ഥങ്ങളാണ് പെൻറ്റാവാലൻ്റ് എലമെൻറ്റ്സും ട്രൈവാലൻ്റ് എലമെൻറ്റ്സും. സം ഓഫ് ദി പെൻറ്റാവാലൻ്റ് എലമെൻറ്റ്സ് ആർ, പെൻറ്റാവാലൻ്റ് എക്സാമ്പിളാണ് ആഴ്സനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ് ഒക്കെ. ട്രൈവാലൻ്റ് എലമെൻറ്റ്സിലുള്ള എക്സാമ്പിളാണ് ഇൻഡിയം, ബോറോൺ, അലുമിനിയം എക്സെട്ര.